ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറിമറിയുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന് കൂടുതൽ കരുത്തു പകരാൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കൊൽക്കത്തയിലാണ് അദ്ദേഹം ആദ്യം ഇറങ്ങിയത്. ഇന്ന് വൈകുന്നേരം തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ വെച്ച് റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2ാം ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ശേഷമുള്ള ഒരു മുതിർന്ന US പ്രതിനിധിയുടെ ആദ്യ പ്രധാന ഇന്ത്യൻ സന്ദർശനമാണിത്. പ്രതിരോധം, ഊർജ്ജം, വ്യാപാരം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഇന്തോ പസഫിക് മേഖലയിലെ ചൈനീസ് സ്വാധീനം ചെറുക്കാനുള്ള സംയുക്ത തന്ത്രങ്ങളും സന്ദർശനത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. സാധാരണയായി US പ്രതിനിധികൾ ദില്ലിയിലോ മുംബൈയിലോ സന്ദർശനം ആരംഭിക്കാറുള്ള പതിവിൽ നിന്ന് വ്യത്യസ്തമായി റൂബിയോ തന്റെ സന്ദർശനത്തിന് കൊൽക്കത്ത തിരഞ്ഞെടുത്തത് രാഷ്ട്രീയ നിരീക്ഷകരിൽ കൗതുകമുണർത്തിയിട്ടുണ്ട്. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു US സ്റ്റേറ്റ് സെക്രട്ടറി കൊൽക്കത്ത നഗരത്തിൽ എത്തുന്നത്. ഇതിനു മുൻപ് 2012 മെയ് മാസത്തിൽ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റൺ ആയിരുന്നു കൊൽക്കത്ത സന്ദർശിച്ചത്. റൂബിയോയെ ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കൊൽക്കത്തയിലുള്ള സെന്റ് തെരേസോസ് മിഷണറീസ് ഓഫ് ചാരിറ്റി റൂബിയോ സന്ദർശിച്ചേക്കുമെന്നാണ് US കോൺസുലേറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഇന്ത്യയുടെ കിഴക്കൻ മേഖലയുമായുള്ള സാംസ്കാരികവും നയതന്ത്രപരവുമായ ബന്ധം ദൃഢമാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയെ അതീവ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റും ഉറ്റുനോക്കുന്നത്. ഈ ചർച്ചയിൽ പ്രധാനമായും 2 തന്ത്രപ്രധാന മേഖലകൾക്കാണ് അമേരിക്ക മുൻഗണന നൽകുന്നത്. അതിലൊന്ന് ഊർജ്ജ സുരക്ഷയും എണ്ണ വിപണിയുമാണ്. ആഗോള എണ്ണ വിപണിയിൽ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന US ഇന്ത്യയിലേക്ക് LNG, ക്രൂഡ് ഓയിൽ എന്നിവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യ-യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്ക സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് സുരക്ഷിതമായ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ വാഗ്ദാനം ചെയ്യുക എന്ന തന്ത്രവും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നോട്ട് വെച്ചേക്കാം. രണ്ടാമതായി, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും സാങ്കേതികവിദ്യ കൈമാറ്റവുമാണ് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുക. പ്രതിരോധ മേഖലയിലെ മേക്ക് ഇൻ ഇന്ത്യ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണം, ഡ്രോൺ സാങ്കേതികവിദ്യ, സംയുക്ത സൈനികാഭ്യാസം എന്നിവയ്ക്ക് പുറമെ നിർണായക സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിനായുള്ള ചർച്ചകളും ഈ കൂടിക്കാഴ്ചയിൽ നിർണായക പുരോഗതി കൈവരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മെയ് 26 ഡൽഹിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ക്വാഡ് കൂട്ടായ്മയുടെ വിദേശകാര്യ മന്ത്രിമാരുടെ നിർണായക യോഗത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കാളിയാകും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ അധ്യക്ഷത വഹിക്കുന്ന ഈ ഉന്നതതല യോഗത്തിൽ ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈന നടത്തുന്ന ഏകപക്ഷീയമായ സൈനിക മുന്നേറ്റങ്ങളെയും സ്വാധീനത്തെയും പ്രതിരോധിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് ഈ സഖ്യം ഒത്തുചേരുന്നത്. കടൽ മാർഗമുള്ള ആഗോള വ്യാപാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഈ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സുരക്ഷാ സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനും ആവശ്യമായ തന്ത്രപരമായ പുതിയ പ്രഖ്യാപനങ്ങളും സുപ്രധാന തീരുമാനങ്ങളും ഈ യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് നയതന്ത്ര ലോകം വിലയിരുത്തുന്നത്. 4 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ഔദ്യോഗിക ചർച്ചകൾക്ക് പുറമെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം മനസ്സിലാക്കാനും റൂബിയോ സമയം കണ്ടെത്തും. കൊൽക്കത്തയ്ക്കും ഡൽഹിക്കും പുറമെ ലോക പ്രശസ്തമായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്രയും ചരിത്ര നഗരമായ ജയ്പൂരും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഈ സന്ദർശനം കൂടുതൽ ഊർജം പകരുമെന്ന് കരുതപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ അധികാരമേറ്റിട്ട് 1.5 വർഷം പിന്നിടുമ്പോൾ റൂബിയോ നടത്തുന്ന ഈ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾക്കും ഏഷ്യൻ മേഖലയിലെ പുതിയ ചേരിതിരിവുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിശ്വസ്തനായ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി ഇന്ത്യയെ നിലനിർത്തുക എന്നത് അമേരിക്കയുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ അതിർത്തികളിൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി US-ന്റെ പിന്തുണ ഇന്ത്യക്കും അനിവാര്യമാണ്. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാനും ഇന്ത്യൻ IT മേഖലയ്ക്ക് അനുകൂലമായ വിസ നയങ്ങൾ രൂപീകരിക്കാനും ഈ സന്ദർശനം വഴി സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷ. മാർക്കോ റൂബിയോയുടെ ഈ 4 ദിവസത്തെ സന്ദർശനം കേവലം ഒരു നയതന്ത്ര സന്ദർശനം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യ-US ബന്ധത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും. ഊർജം, പ്രതിരോധം, ക്വാഡ് സഖ്യം എന്നിവയിൽ ഊന്നിയുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാവുന്ന തീരുമാനങ്ങളിലേക്ക് വഴി തുറക്കുമെന്ന് പ്രത്യാശിക്കാം. മെയ് 26 വരെ നീണ്ടു നിൽക്കുന്ന ഈ സന്ദർശനത്തിലെ ഓരോ നീക്കങ്ങളും ലോകരാഷ്ട്രങ്ങൾ അതീവ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്.